ആര്യ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടേറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തുകയാണ്. അതിൽ ആദ്യ പരിപാടി എന്ന് പറയുന്ന റോഡ് ഷോയാണ്. റോഡ് ഷോ കടന്നു പോകുന്ന വീഥിയാണിത്. ഇപ്പോൾ തന്നെ ഈ വീഥിക്ക് ഇരുവശവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുക തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബസ്സുകളിലും മറ്റുമൊക്കെയായി ഇവരെത്തുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊടുങ്ങല്ലൂർ, ചാലക്കുടി ലോക്സഭ. നേരത്തെ തന്നെ എത്തിയല്ലോ, കാരണം 7 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കുകയുള്ളൂ. കുറച്ച് നേരത്തെ പോകുന്നു, കാരണം അത്രയധികം ആളുകൾ വരുമല്ലോ. പെട്ടെന്ന് നമുക്ക് മോദിയെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പോന്നാ. മോദിയെ കാണാൻ വന്നാണ്? അതെ, മോദിയെ കാണാൻ വന്നതാണ്. നേരത്തെ വന്നിട്ടുണ്ടോ? കൊച്ചി കണ്ടിട്ടുണ്ടോ? കൊച്ചിയിൽ വന്നിട്ടുണ്ട്, മോദിനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ട്. അതെ. എന്താണ്, എവിടെ നിന്നാണ്? കൊടുങ്ങല്ലൂർ. എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ തന്നെ ഞങ്ങൾ നേരത്തെ എത്തി. നേരത്തെ വന്നാലും ഞങ്ങൾക്ക് തിരക്കില്ലാതെ കാണാമല്ല, അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് വരണത്. അത് കാരണം ഞങ്ങൾ നേരത്തെ പോകുന്നു. എല്ലാവരും കൊടുങ്ങല്ലൂർ ആദ്യമായിട്ടാണ്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ എത്തുന്നു. എറണാകുളം ജില്ലയിലെ പ്രവർത്തകർക്ക് പുറമെ മറ്റ് ജില്ലകളിലുള്ള അതിർത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് കൊച്ചി. കാരണം ഈ ഒരു റോഡ് ഷോ അത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തെ എത്തിച്ചുകൊണ്ട് ഗംഭീരമാക്കാനുള്ള ഒരു പരിശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നാളെയും പരിപാടികളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് 400ഓളം സീറ്റുകളാണ്. ഈ 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്ത് എത്തണമെങ്കിൽ BJPക്ക് ദക്ഷിണ ഇന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ നിന്നാണ് എത്തുന്നത്? ഞങ്ങൾ കൊടുങ്ങല്ലൂര്. നേരത്തെ 7 മണിക്കാണ് റോഡ് ഷോ. നേരത്തെ തന്നെ എത്തി മോദിയെ കാണുക. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നേരത്തെ കൊച്ചി വന്നപ്പോൾ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് തൃശ്ശൂർ വന്നപ്പോ കണ്ടിരുന്നു. അവിടെ പോയിരുന്നു? പോയിരുന്നു. വീണ്ടും ഒരേ മാസം തന്നെ 2ാം തവണയാണ് വരുന്നത്. ഇന്ത്യ കണ്ട നല്ലൊരു പ്രധാനമന്ത്രി. മോദി കേരളത്തിൽ മത്സരിക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടോ നിങ്ങളെ സംബന്ധിച്ച്? ഞങ്ങൾക്കുണ്ട്. സുരേഷ് ഗോപിനെ തൃശ്ശൂര് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളം മാറ്റിയെടുക്കണം, മോദി വരണം. എന്തായാലും സ്ത്രീകളടക്കമുള്ള മഹിളാ മോർച്ചയുടെയൊക്കെ പ്രവർത്തകരാണ്. അവരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് 400ഓളം സീറ്റുകളാണ്. പ്രത്യേകിച്ചും BJPക്ക് സംഘടനാപരമായി അത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിൽ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും നാളെ. ശക്തി കേന്ദ്ര ഇൻചാർജ് എന്ന് പറയുന്നത് BJPയുടെ 2-3 ബൂത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന സമിതിയാണ്. അത് BJPയുടെ താഴെത്തട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് നൽകുന്ന മാർഗനിർദ്ദേശം അത് ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദേശീയ തലത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ നൽകും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്താൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട പ്രോഗ്രാം ഷെഡ്യൂളാണ്. അത് നേരത്തെ തൃശ്ശൂർ വന്ന ഘട്ടത്തിലും അന്ന് അദ്ദേഹം ലക്ഷദ്വീപിൽ പോയിരുന്നു. അതിന് മുൻപ് അതിന് ശേഷവും ഒക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ സന്ദർശിച്ചു. ഇപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. അടുത്ത 22-ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. ഇവിടെ അതിന് തൊട്ടു മുൻപായി മറ്റൊരു ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്താൻ പോകുന്നു, തൃപ്രയാർ. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഈ സന്ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ സന്ദർശനത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം നേരത്തെ അയോധ്യയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ 4 ദർശനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച്. അതടക്കമുള്ള പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം തൃപ്രയാർ എത്തുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആദ്യഘട്ടം എന്ന് പറയുന്നത് റോഡ് ഷോയാണ്. ഈ റോഡ് ഷോയിൽ പരമാവധി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് അത് ആവേശഭരിതമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJPയുടെ ഒരു ഫസ്റ്റ് ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. ഇപ്രാവശ്യവും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്ന് വരിക എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. BJP ഈ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ഭാഗം കൂടി, നേരത്തെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണ് നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തുകയും അവിടെ തൃശ്ശൂരിൽ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ. എന്തായാലും BJP ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തോടൊപ്പം ഒരു നിശ്ചയ ശതമാനം ക്രൈസ്തവ വോട്ടുകൾ കൂടി അക്കൗണ്ടിലേക്ക് വന്നാൽ തങ്ങൾക്ക് വിചാരിച്ച
മികച്ച ലക്ഷ്യം കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ള ഒരു പ്രവർത്തന പദ്ധതികൾ കഴിഞ്ഞ കുറേ നാളുകളായി സ്നേഹ സന്ദേശ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP നടത്തിവരികയാണ്. എന്തായാലും അത്തരം ഒരു രാഷ്ട്രീയ പദ്ധതിക്ക് കേരളത്തിൽ BJP ഒരു കളമൊരുക്കാനുള്ള ശ്രമത്തിലാണ്. അത് എങ്ങനെയാകും എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയൊക്കെ ആശ്രയിച്ചിരിക്കുമെങ്കിൽ പോലും BJP അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആന്ധ്രയിൽ നിന്ന് വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. അതിനുശേഷം അദ്ദേഹം വാഹന വ്യൂഹത്തിൽ ഇവിടെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലെത്തും. തുടർന്ന് അവിടെ നിന്നാണ് റോഡ് ഷോ ഈ വീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 1.25 കിലോമീറ്ററോളം വരുന്ന പാതയുണ്ട്. 1/2 കിലോമീറ്ററോളം റോഡ് ഷോ നീളും. ഇപ്പോൾ തന്നെ വീതിക്ക് ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ബോട്ട് ജെട്ടി പരിസരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്.